കേരളത്തിൽ ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള ക്യാമ്പസുകൾ കാണും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാമ്പസ് ഏതാണ്? ഒരു സംശയം വേണ്ട, നിങ്ങൾ പഠിച്ച ക്യാമ്പസ് ആവാനാണ് വഴി. കാരണം നമ്മുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ മനോഹരമായ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച നമ്മുടെ സ്വന്തം കോളേജുകളായിരിക്കും. ഇന്നൊരു കല്യാണത്തിൻ്റെ റിസപ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ എത്തിയത് ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ സ്വന്തം സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിച്ച് കടന്നു പോയിട്ടുള്ള എൻ്റെ കാലത്തും അതിന് മുമ്പും അതിന് ശേഷവും ഒക്കെ പഠിച്ച് കടന്നു പോയിട്ടുള്ള പ്രിയപ്പെട്ട സെൻറ്റ് സേവിയേഴ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പഴയ സെൻറ്റ് സേവിയേഴ്സിലെ ബാച്ച്മേറ്റ്സിനും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ പറ്റുമെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെൻറ്റ് സേവിയറിലെ കാഴ്ചകൾ കാണാം. സെൻറ്റ് സേവിയേഴ്സിലെ കാഴ്ചകൾ കാണാം. നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കോളേജിൻ്റെ ബിൽഡിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറെ പുഴയുടെ തീരത്തേക്ക് മാറി, മൂത്തേടത്തുകാവ് റോഡിലേക്ക് മാറി. പുതിയ മനോഹരമായിട്ടുള്ള ഒരു എൻട്രൻസ് വന്നിട്ടുണ്ട്. കോളേജിനകത്തേക്ക് അകത്തേക്ക് കിടക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ. നമ്മൾ പഠിച്ച കോളേജല്ല, പക്ഷേ ഇപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കോളേജുമായ കണക്ഷൻ ഇങ്ങനെ നിൽക്കും. ഇതാ ഫ്രണ്ടിലും മനോഹരമായി സെൻറ്റ് സേവിയേഴ്സ്, ഐ ലവ് സെൻറ്റ് സേവിയേഴ്സ് എന്ന്. അന്നില്ലാതിരുന്ന ഒരു ബിൽഡിങ്ങാണ് എക്സ്ട്രാ ആയിട്ട് ഒരു വലിയ ബിൽഡിംഗ് എന്നുള്ള നിലയ്ക്കൂടെ വന്നിരിക്കുന്നത്. അതുകൂടാതെ എൻട്രൻസിനടുത്ത് തന്നെ ചെറിയൊരു സ്നാക്സ് ബാറും കാര്യങ്ങളും സെക്യൂരിറ്റി റൂം കാര്യങ്ങൾ, അതുപോലെ തന്നെ പഴയ സ്റ്റാഫായിട്ടുള്ള ചേട്ടന്മാരൊക്കെയാണ് ഇവിടെ തന്നെ ഉള്ളത്. അതുപോലെ കയറുന്ന ഭാഗത്ത് കുറച്ച് ഓമന പക്ഷികളുടെ ഒരു കളക്ഷൻ. പക്ഷേ ഇത് പഴയ ഓർമ്മകൾ പെട്ടെന്ന് വരുന്ന കുറേ കാര്യങ്ങൾ ഓരോ സ്ഥലത്തുമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ എൻട്രൻസും ഈ ഗേറ്റും ഈ സെറ്റപ്പും ഒക്കെ നമ്മൾ 80കളിലെ 90കളിലെ സെൻറ്റ് സേവിയേഴ്സിലെ കുട്ടികൾക്ക് അത്ര പരിചയം കാണില്ല. നമുക്ക് നമ്മുടെ പഴയ എൻട്രൻസിലേക്കും ആ എൻട്രൻസ് നമ്മൾ കയറി വന്ന വഴികളിലേക്കൊന്ന് പോയാലോ. അവിടുത്തെ നമ്മുടെ പഴയ ഓർമ്മകളും കാഴ്ചകളും ഞാനത് പങ്കുവയ്ക്കാം. നേരെ ഇനി അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പഴയ ഗേറ്റ്. നമ്മളൊക്കെ കടന്നു വന്നിരുന്ന ഗേറ്റും സെക്യൂരിറ്റി റൂമും. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ പുരുഷൻ ചേട്ടൻ്റെ ചായക്കടയും അതുപോലെ ജീസൺ ബുക്ക് സ്റ്റാളും. പുരുഷൻ ചേട്ടൻ്റെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. NSS ക്യാമ്പുകളിൽ പുരുഷൻ ചേട്ടൻ്റെ അടുക്കിൽ നിന്ന് എത്രയോ തവണ ഭക്ഷണം കഴിച്ചാണ്. ഒരുപക്ഷെ ആദ്യമായി പൊറോട്ടയും മുട്ടക്കറിയും ഒക്കെ കഴിച്ചത് പുരുഷൻ ചേട്ടൻ്റെ കടയിൽ നിന്നാണ്. അപ്പുറത്ത് നമ്മുടെ PC ബുക്ക് സ്റ്റോള്, അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള ബിൽഡിംഗ് ക്യാൻറ്റീനാണ്. ഈ സെക്യൂരിറ്റി റൂം കാണുന്നിട്ടുള്ള ഈ വഴിയിലൂടെയാണ് നമ്മൾ ആദ്യമായി സെൻറ്റ് സേവിയേഴ്സ് എന്ന് പറഞ്ഞ ഈ കലാലയത്തിൽ, നമ്മുടെ കൊതോറ കോളേജിലേക്ക്, സെൻറ്റ് സേവിയേഴ്സ് എന്ന് പറഞ്ഞ കലാലയത്തിലേക്ക് വന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്നാണ് ആദ്യമായി ഈ കോളേജിലേക്ക് വന്നതെന്ന്? ഞാനിപ്പോഴും ഓർക്കുന്നു. പ്രീ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ ഈ കോളേജിലേക്ക് വരുന്നതും മുകളിലത്തെ മുറിയിൽ ഹരിസാറൊക്കെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തൊക്കെ ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവും അതിൻ്റെ പേപ്പർ, എന്താ പറയുക, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ. എന്തായാലും ഓർമ്മകൾ അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകുന്നൊരിടമല്ല കേട്ടോ നമ്മുടെ സെൻറ്റ് സേവിയേഴ്സ്. തന്നെ താഴത്തെ ബിൽഡിംഗ്. അന്നിത് ലൈബ്രറി ആയിരുന്നു. ഇപ്പോൾ ഇത് മറ്റെന്തോ കമ്പ്യൂട്ടർ ലാബോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അന്നിത് ലൈബ്രറി ആയിരുന്നു. ഉച്ച സമയത്തൊക്കെ ലൈബ്രറിയിൽ വന്നിരുന്നതും പുസ്തകങ്ങൾ വായിച്ചതും മാസികകളൊക്കെ അന്ന് വായനയൊക്കെ സജീവമായി തുടങ്ങിയത് നമ്മുടെ ഈ ലൈബ്രറിയിലാണ്. ഇപ്പോൾ ഇത് ലൈബ്രറി അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സെൻറ്റ് സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ലൈബ്രറി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്കുള്ള ക്ലാസ് റൂമുകളാണ്. എക്കണോമിക്സുകാരുടെ ക്ലാസ് അവിടെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയായിരുന്നു. അതേപോലെ എന്താ പറയുക, കരിയർ ഓറിയൻറ്റേഷൻ സെൻറ്റർ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഓർമ്മകളുണ്ട്. ഉച്ചയ്ക്ക് NSSൻ്റെ മീറ്റിങ്ങുകൾ, NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ മീറ്റിങ്ങുകൾ ഞങ്ങൾ സ്ഥിരമായി കൂടിക്കൊണ്ടിരുന്നത് ഏറ്റവും മുകളിലത്തെ റൂമുകളിലൊന്നിലായിരുന്നു. NSS ഒക്കെ സജീവമായിട്ടുള്ള ഓർമ്മകളായിട്ട് കേട്ടോ ഈ കോളേജുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സയൻസ് ബ്ലോക്കാണ്. അന്ന് പ്രീ ഡിഗ്രിയുടെ അവസാന കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നത്. അവസാനത്തെ പ്രീ ഡിഗ്രി തൊട്ട് മുമ്പുള്ള ബാച്ചാണ്. അന്നത്തെ പ്രീ ഡിഗ്രി കാലത്തെ സയൻസ് ഗ്രൂപ്പുകാർ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും പഠിച്ചിരുന്നതാണ്. എവിടെയും കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ചില മുഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ. എന്തായാലും ഒരല്പം നൊസ്റ്റാൾജിക് ആയി പോകുന്നുണ്ടോ എന്നെനിക്ക് തന്നെ സംശയം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ. അത് കഴിഞ്ഞാൽ നേരെ ആ കാണുന്ന പുറകിലെ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ പഠിച്ചത്. അതായത് ഞങ്ങൾ 3rd ഗ്രൂപ്പുകാരും 4th ഗ്രൂപ്പുകാരും. കെട്ടിടത്തിൽ മാറ്റം വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് ചില ബിൽഡിങ്ങുകളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രീ ഡിഗ്രി കാലത്തെ 3rd ഗ്രൂപ്പിൻ്റെയും 4th ഗ്രൂപ്പിൻ്റെയും ബിൽഡിംഗ് ഇപ്പോൾ ഒരു ഓഡിറ്റോറിയമാണ്. 2 ക്ലാസ് റൂമുകൾ ലെഫ്റ്റ് സൈഡിൽ, 2 ക്ലാസ് റൂമുകൾ റൈറ്റ് സൈഡിൽ, അതിന് നടക്കൊരു കോറിഡോർ. ഇതായിരുന്നു അന്നത്തെ സ്ട്രക്ചർ.
ഇതാണ് നമ്മൾ പറഞ്ഞ ഇടനാഴി. ഈ ഇടനാഴിയുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ടായിരുന്നു പ്രീ ഡിഗ്രി കാലത്ത് ഏറ്റവും ആഘോഷമാക്കിയ തേർഡ് ഗ്രൂപ്പുകാരും ഫോർത്ത് ഗ്രൂപ്പുകാരുണ്ട്. ഇന്നത് ഉപയോഗശൂന്യമായ രീതിയിലാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലെ പോർഷൻ എടുത്ത് കളഞ്ഞിട്ടാണ് ഗ്രൗണ്ട് എടുത്തത്. പക്ഷേ ആ ക്ലാസ്സുകളൊക്കെ പോയതിൻ്റെ ഏരിയയാണ് ഈ കിടക്കുന്നത്. ഓഡിറ്റോറിയം പടുത്ത് ബാക്കി പോർഷൻ എടുത്തു കളഞ്ഞിട്ടാണ് ഗ്രൗണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് വെൽക്കം ISRO എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്തായിരുന്നു സെക്കൻഡ് ഇയർ തേർഡ് ഗ്രൂപ്പ്. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന പോർഷനാണ്, അതായത് ജനറേറ്റർ ഇരിക്കുന്ന സീൻ ഒരു ഭാഗം കണ്ടോ, ആ ജനറേറ്റർ ഇരിക്കുന്ന ഭാഗത്തായിരുന്നു ഫോർത്ത് ഗ്രൂപ്പ്. യെസ്, കറക്റ്റ്, ഫോർത്ത് ഗ്രൂപ്പ്. എന്തായാലും പഴയ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്ക് നല്ല ഓർമ്മകളുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. കോളേജ് ഓർമ്മകളും വന്നപ്പോൾ കുറച്ച് ഫാമിലി വെച്ചിട്ട് മാറ്റി നിർത്തിയിട്ടാണ് പോകുന്നത്. അതുപോലെ അവർക്കൊപ്പം നമുക്ക് കായൽ വരെ പോകാം. ഈ എന്തായാലും സെൻറ്റ് സേവേഴ്സ് പഠിച്ചവർക്ക് കായലും കായൽ തീരവും ഒരിക്കലും അവരുടെ ഓർമ്മകളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. കായൽ തീരത്ത് 2 പുതിയ അത് പറയാൻ പറ്റുപോയി. നമ്മളൊരു പുതിയ ബിൽഡിംഗ് വന്നില്ലേ, കൊമേഴ്സിന് വേണ്ടിയും പറ്റും ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഒരു അടിപൊളി ബിൽഡിംഗ്. എനിക്ക് തോന്നുന്നു സെൽഫ് ഫിനാൻസിങ് ആയിട്ടൊരു കോളേജ് ഒരു ബാച്ച് കൂടി നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബിൽഡിംഗ്, അത് 2 or 3 സയൻസ് സ്ട്രീമിലും കൊമേഴ്സ് സ്ട്രീമിലും ഒക്കെ പുതിയ കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ബിൽഡിംഗാണ് കാണുന്നത്. അതിന് നടുക്ക് വിശാലമായൊരു ഗ്രൗണ്ട്. അന്ന് ഗ്രൗണ്ടിൽ വലിയ പ്രശ്നമായിരുന്നു. ഞങ്ങൾ 2003 പഠിക്കുമ്പോൾ ഗ്രൗണ്ടിൻ്റെ ആരംഭത്തിലെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റഡ് ആയത്. അത്യാവശ്യം നല്ലൊരു ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കോളേജിൽ നിന്ന് ഓടി വന്നാൽ കിട്ടില്ല കേട്ടാ. എന്തായാലും ഞങ്ങൾ കോളേജിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കായൽത്തീരം വരെ നടക്കുകയാണ്. ഞാനുണ്ട്, പെപ്പയുണ്ട്, യാദുണ്ട്, ഗിരിയപ്പനുണ്ട്, വൈശാഖുണ്ട്, വൈഷ്ണവുണ്ട്, കൂടെ നമ്മുടെ ചങ്ക് ഗീതുമുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നു വരെ നടന്നിട്ട് വരാം. മറ്റെല്ലാ കോളേജിനെയും പോലെ ക്ലാസ് റൂമുകളേക്കാൾ ഓർമ്മ നമുക്ക് കൂടുതൽ നിന്നത് ക്ലാസ് റൂമിന് വെളിയിലുള്ള പല സ്ഥലങ്ങളുമാണ്. അതുപോലെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഗ്രൗണ്ടും. അതേപോലെ തന്നെ നമ്മൾ അങ്ങേ കായലിൻ്റെ തീരത്ത് കാണുന്ന ചാപ്പലും ഒക്കെ. ഇതാ പുറകിൽ നമ്മുടെ കോളേജ് ഇതാണിപ്പോൾ നമ്മുടെ കോളേജിൻ്റെ പുതിയ സ്ട്രക്ചർ. അതിൽ നമ്മൾ ആ പ്രീ ഡിഗ്രി ഭാഗത്തെ സെക്കൻഡ് ഇയറിലെ ക്ലാസ്സുകൾ മാത്രമേ അത് പോയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ വലിയ ബിൽഡിംഗ് വന്നു. ഇതാ ഇവിടെ ഇരുന്നാണ് നമ്മളന്ന് ചോറിൻ്റെ വരുന്നത്. നിങ്ങൾ ഓർക്കുന്നുള്ളൂ, അന്ന് നമ്മൾ എന്താ പറയുക, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കലോ അങ്ങനെയുള്ള പദ്ധതികളോ എന്താ പറയുക ജങ്ക് ഫുഡോ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ചോറ് കൊണ്ടുവരാൻ പറ്റുന്നവരൊക്കെ വാഴയിലയിൽ പൊതിഞ്ഞും പാത്രത്തിലുമൊക്കെ ആക്കി ചോറുമായിട്ട് നമ്മൾ വരും. നമ്മൾ ഈ തെങ്ങിൻ ചോട്ടിലൊക്കെ ആയിരുന്നു ചേച്ചി നമ്മളന്ന് ചോറ് കഴിച്ച തെങ്ങുകളൊക്കെ പലതും തലതെറിച്ച് പോയതായിരിക്കും തോന്നുന്നത്. പക്ഷേ എന്തായാലും കുറേ തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് അവിടെ ഉണ്ട്. എന്നാൽ ഇതുപോലെ തെങ്ങിൻ ചോട്ട് വന്നിട്ട് നമ്മൾ ഭക്ഷണം പരസ്പരം കൈയിട്ട് വാരി കഴിച്ച ഓർമ്മകളൊക്കെ വല്ലാതെ ഉള്ളിലേക്ക് നിറയും. ഓരോരോ മുഖങ്ങൾ ഇങ്ങനെ ഓരോ മനസ്സിലേക്ക് വരും. ദേവൂട്ടാ ഓടിവാ, കായൽ തീരത്ത് വെച്ചിട്ട് നെസ്റ്റ് മേടിക്കണം. ഓടിവാ. റിസപ്ഷൻ 5 മണിക്ക് ആരംഭിച്ചതാണ്. പക്ഷേ ഞങ്ങൾ വന്നിട്ട് ഈ വീഡിയോ എടുത്ത് അത്യാവശ്യം എല്ലാം ഒന്ന് കണ്ടു തീർക്കണം വെട്ടം പോകുന്നതിന് മുമ്പ്. അതിനുവേണ്ടിയുള്ള തത്രപ്പാടില്ല. ഭക്ഷണമൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും നമുക്ക് വെളിച്ചം പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി ഭക്ഷണം കഴിക്കാം. അന്ന് ക്ലാസ്സില്ലായിരുന്ന സമയങ്ങളും ഫ്രീ അവേഴ്സിലും ഉച്ചയ്ക്കും ഒക്കെ സമയം സ്പെൻഡ് ചെയ്തിരുന്നതും ഓടി എത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഈ കായൽ തീരം. ആ കുരിശുപള്ളിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കമ്പികളൊക്കെ ഇട്ട് അടച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനാവാം. അന്ന് ഈ കായൽ തീരത്തെ കുളിയായിരുന്നു ഒരു മെയിൻ ഐറ്റം. ഈ സൈഡിൽ വളർന്നിരിക്കുന്ന തൈകളൊക്കെ, ഈ തൈകളുടെ ചിത്രം ഞാൻ ഈ 98-2000 ബാച്ചിലെ പ്രീ ഡിഗ്രിക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അവന്മാർ ആരെങ്കിലും കാണുവാണെങ്കിൽ എന്നെ വിളിക്കണം. കാരണം ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്, രസകരമായൊരു കഥ. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസുള്ള കോളേജുകൾ കേരളത്തിൽ തന്നെ അപൂർവമാണെന്ന് പറയാം. അന്നും ഇന്നും നല്ല ബ്യൂട്ടിയാണിത്. പക്ഷെ എന്തായാലും അത് ആവശ്യമായ രീതിയിൽ സംരക്ഷിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ളൊരു സ്ഥലം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും അതൊരു ഭയങ്കര കാര്യം കേട്ടോ. ഒരു കാലത്ത് ഭയങ്കര മടിയായിരുന്നു. അതുപോലെ ഇതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കുട്ടികൾ വന്നിരുന്ന ആളുടെ അസുഖങ്ങളെ പറ്റി ഓർത്തിട്ടാവാം അന്നങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടിരുന്നില്ല. ഇവിടെ വന്നിരിക്കുന്നതൊന്നും അത്രയധികം അങ്ങ് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലം ഇരിപ്പുണ്ട്. നല്ലൊരു കൺസെപ്റ്റാണത്. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. വെക്കേഷൻ ടൈമിലാണ് നമ്മൾ വരുന്നത്. ഇച്ചിരി പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും, കുട്ടികളില്ലാത്തതുകൊണ്ടാകും പൊടി പിടിച്ചൊക്കെ കിടക്കുന്നത്. എങ്കിലും ക്ലാസ്സൊക്കെ ഇല്ലാത്ത സമയം കേട്ടോ വന്നിരിക്കാനും സംസാരിക്കാനും. ഒരുപക്ഷെ ക്ലാസ് നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
ടീച്ചേഴ്സൊക്കെ ഇവിടെ ക്ലാസ് നടത്താനും ഒക്കെ. എന്തായാലും ഒരു 10-40 കുട്ടികൾക്ക് സുഖമായിട്ട് ഇതിലിരിക്കാം. 1 2 3 4 5 6 ഉണ്ട്. ഇപ്പോൾ ഏകദേശമായിട്ട് ഒരു 50 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാവുന്ന സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ വന്നിരുന്നൊരു ക്ലാസ്സിനെ പറ്റിയൊക്കെ ഒരു പക്ഷേ ക്ലാസ് എടുക്കുന്നുണ്ടാവാം. നമ്മളിങ്ങോട്ട് വന്നിട്ട് വർഷങ്ങളായില്ലേ. നമ്മൾ കായൽ തീരത്തിലെ ചാപ്പലും ഒക്കെ ഉണ്ട്. തിരിച്ച് നമ്മൾ കോളേജിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ആ റിസപ്ഷൻ അവിടെ നമ്മൾ ആദ്യം കാണിച്ച ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. അപ്പം കോളേജിലെ കുറച്ച് കാഴ്ചകളൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. നമ്മൾ ഏത് കോളേജിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മാത്രമാണ് നമ്മൾ ആ കോളേജിലെ സ്റ്റുഡൻസ്. പുറത്തേക്ക് ഇറങ്ങിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്സൈഡറാവും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കോളേജൊന്നും നമ്മുടെ കോളേജായിരിക്കും. എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ നൊസ്റ്റുവുമായി അത് കണക്റ്റഡ് ആയിട്ടിരിക്കും. കാര്യം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം ഏതാണ്ട് 16 മുതൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കോളേജുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം കുറേ കാലം കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും മനോഹരമായ കാലമായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ സ്പെൻഡ് ചെയ്തിടം നമുക്ക് ഭയങ്കര നൊസ്റ്റുമായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുറവുകളുണ്ടെങ്കിലും ഈ കോളേജും അതിൻ്റെ ആംബിയൻസും ഉണ്ടല്ലോ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ല. 1982 കാലഘട്ടത്തിലാണ് ഈ കോളേജ് ആരംഭിക്കുന്നത്. അന്നു മുതലുള്ള ഒരുപാട് കുട്ടികൾ, വൈക്കത്തെ ഒരുപാട് ആളുകൾക്ക് ഇതിലൂടെ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇത്രയും ഉള്ളിലേക്കായിരുന്നു കൂടി ഈ കോളേജിന് വളരെയധികം ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം വരുന്നത്. ചരിത്രപരമെന്ന് തന്നെ പറയണം. കാരണം അത് അല്ലെങ്കിൽ വൈക്കം പോലെ അല്ലെങ്കിൽ കൊതറ പോലെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകുന്നത്? ഞങ്ങളൊക്കെ 98-2003 ബാച്ചാണ്. 98 മുതൽ 2000 വരെ പ്രീ ഡിഗ്രിയും 2000 മുതൽ 2003 വരെ കൊമേഴ്സ് ബികോമും ഇവിടെ പഠിച്ചവരാണ്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ വർഗീസ് പി പാലമറ്റത്തച്ഛനായിരുന്നു പ്രിൻസിപ്പൽ. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശ്രീ ജോസഫ് അഗസ്റ്റിൻ സാറായിരുന്നു. ഒരുപക്ഷെ നല്ല പ്രഗത്ഭരായ അധ്യാപകരും സ്നേഹനിധികളായ അധ്യാപകരും ഉണ്ടായിരുന്ന കോളേജ് തന്നെയായിരുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇടയിലെ പേഴ്സണൽ ബന്ധം തന്നെയാണ് ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ വന്ന് ഇരുന്ന് കൊടുത്താൽ മതി, നമുക്കൊരു ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സൊക്കെ പഠിച്ച് ഈസിയായി പുറത്തിറങ്ങി പോകാം എന്നുള്ളൊരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ചില പോരായ്മകളില്ല എന്നല്ല പറയുന്നത്, എങ്കിൽ പോലും നമ്മൾക്കൊക്കെ ലഭിക്കാവുന്ന ഇത്രയും അടുത്ത് തന്നെ ഇത്രയും അടുത്ത് നമുക്ക് വിദ്യാഭ്യാസ സാധനമൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുകാർക്ക് വിദ്യാഭ്യാസം സാധ്യമായതിൽ ഈ കോളേജിനും ഈ പള്ളിക്കുമൊക്കെ ഒരു വലിയ പങ്കുണ്ട്. സേവറിയേട്ടന് മാത്രമാണ് കാണാം. ഇന്ന് അവധി ദിവസമല്ല, ഞായറാഴ്ച സേവറിയേട്ടന് മാത്രമാണ് കാണുന്നത്. സേവറിയേട്ടൻ അന്ന് ക്യാൻറ്റീൻ്റെ ചാർജായിരുന്നു. ഇന്ന് അദ്ദേഹം ഇവിടുത്തെ ഒരു കെയർ ടേക്കർ കൂടിയാണ്. ഞായറാഴ്ചകളിലൊക്കെ അദ്ദേഹമാണ് ഇത് നോക്കുന്നതും സംരക്ഷിക്കുന്നതൊക്കെ. സേവറിയേട്ടാ ഓക്കെ ഏട്ടാ. ഇത് ഇപ്പോൾ ഏത് ബാച്ചാണെന്ന് അറിയില്ല. അന്നത്തെ കാലത്ത് ഏറ്റവും താഴെ ഫിസിക്സുകാർ, അതിന് തൊട്ട് മുകളിൽ പൊളിറ്റിക്സുകാർ, അതിന് തൊട്ട് മുന്നിൽ ബികോംകാർ. ഇതായിരുന്നു അന്നത്തെ പാറ്റേൺ. പക്ഷേ ഇപ്പോൾ കൊമേഴ്സുകാരൊക്കെ അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്, പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി. പുതിയ ബിൽഡിംഗ് പിന്നീട് കാണിക്കാം. ഇതായിരുന്നു ആ പഴയ ഡിഗ്രി BSc ഫിസിക്സുകാരും BA പൊളിറ്റിക്സുകാരും ബികോംകാരും പഠിച്ചിരുന്ന ക്ലാസ് മുറികൾ. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഇതെന്തായാലും ഈ വീഡിയോയുടെ ഈ പോർഷൻ അന്നത്തെ പഴയ ഓർമ്മകൾ സൂക്ഷിക്കുന്ന പൊളിറ്റിക്സുകാർക്കും ഫിസിക്സുകാർക്കും ബികോംകാർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. പഴയ ഓർമ്മകൾ ഇങ്ങോട്ട് പോരട്ടെ കേട്ടോ. നമ്മളിരുന്ന ക്ലാസ് റൂമുകളൊക്കെ പരിചയപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് പരിമിതികളുണ്ട്. കാര്യം ഇന്ന് നമ്മുടെ ഒരു പെർമിഷൻ മേടിച്ച് കയറണം. നമ്മളൊരു റിസപ്ഷൻ വന്നാൽ അതുകൊണ്ട് വെളിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാനാവും. മാത്രമല്ല മുമ്പ് പറഞ്ഞ പോലെ നമ്മുടേതാണ് ഈ കോളേജ്, പക്ഷേ നമ്മളിപ്പോൾ ഒരു ഔട്ട്സൈഡറാണ്. പക്ഷേ എന്തായാലും പുറകിൽ എഴുതിയിരിക്കുന്ന പോലെ ഐ ലവ് സെൻറ്റ് സേവിയേഴ്സ്. നിങ്ങളുടെ ഉള്ളിൽ അത് തന്നെ ആയിരിക്കും എനിക്കറിയാം. എന്തായാലും സെൻറ്റ് സേവിയേഴ്സിലൂടെ കടന്നുപോയ ഓരോരുത്തരും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഫുൾ കാണാൻ ശ്രമിക്കണം. ഒരു പക്ഷേ ഭയങ്കര ഫ്ലോ ഉള്ളൊരു വീഡിയോ ഒന്നും ആവണമെന്നില്ല. പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ, നിങ്ങൾ ആദ്യമായി വന്ന വഴികളും നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ചില കാഴ്ചകളും നിമിഷങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവാം. എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായി കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ കാണുമ്പോൾ വിടാം. ഇറ്റ്സ് മീ ശ്യാം സൈനിങ് ഓഫ്.